നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മനസ്സിലെ ആ ഉല്ലാസ നഗരം, മനോഹരമായ ഗാസ എന്ന ഉദ്യാന പ്രദേശം, അതങ്ങനെ മനപ്പായസമായിട്ട് കിടന്ന് തിളക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇതെന്തെങ്കിലും നടപ്പാക്കാനുള്ള കാര്യമാണോ, അതോ ഒന്നാന്തരം കച്ചവടക്കാരനായ ഡൊണാൾഡ് ട്രംപ് ഒരു വിലപേശൽ തന്ത്രം എന്ന നിലയിൽ ഗാസയെ ഞങ്ങൾ വാങ്ങിയെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു വെക്കുന്നതാണോ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത നിഗമനമാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. ഒന്ന്, ഗാസ എന്നത് 365 ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഒരു കൊച്ചു പ്രദേശമാണ്. ഇപ്പോൾ അവിടെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ തീർത്തും നാമാവശേഷമായിരിക്കുന്നു. 95% കെട്ടിടങ്ങളും റബിൾസ് മാത്രമാണ്, നിലം പരിശായിരിക്കുന്നു. അതുകൊണ്ട് അവിടെ വാസയോഗ്യമാകണമെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വാസം സാധ്യമാകണം. സുഗമമായ വാസം, ഒരു ഡോഗ് ലൈഫ് സാധിക്കും. പക്ഷേ മനുഷ്യരന്തസ്സായി വസിക്കാൻ സാധിക്കണമെങ്കിൽ ഒരുപാട് പതിറ്റാണ്ടുകളുടെ കഠിന പ്രയത്നം വേണം പുനഃസൃഷ്ടിക്കാൻ. ഇത്രയും ആളുകളെ, പ്രത്യേകിച്ച് 23 ലക്ഷം ഗാസ നിവാസികളെ അവിടെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഗാസയെ പുനഃസൃഷ്ടിക്കുക? ന്യായമായ ചോദ്യമാണ്. ഇപ്പോൾ വെടിനിർത്തലിന്റെ 2-3 ഘട്ടത്തിൽ ഗാസയുടെ പുനരുദ്ധാനം അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ, അതേക്കുറിച്ചാണ് ചർച്ച നടക്കേണ്ടത്. ആ ചർച്ച തുടങ്ങിയിട്ടില്ല. പക്ഷെ ചർച്ച തുടങ്ങുന്നതിനൊക്കെ മുൻപ് ഇസ്രയേലും ഗാസയും തമ്മിൽ, അല്ലെങ്കിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ, അല്ലെങ്കിൽ ഇസ്രയേലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ചില ദൂതന്മാരും ഗാസയുടെ പ്രതിനിധികളും തമ്മിൽ മധ്യസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ 3ാം റൗണ്ട് ചർച്ചകൾ, ഇപ്പൊ 2ാം റൗണ്ട് നടക്കുകയാണ്. 3ാം റൗണ്ട് ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ തങ്ങൾ വാങ്ങിയെടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് യാതൊരു മറയുമില്ലാതെ പറയുകയാണ്. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശങ്ങൾ ഒരു സറഗേറ്റ് റൗണ്ട് അബൌട്ട് മെത്തേഡിലാണ് പറയുന്നത്. ഞങ്ങൾ വില കൊടുത്ത് വാങ്ങും. എന്റെ ചോദ്യം ഇതാണ്, ആർക്കാണ് ഈ വില കൊടുക്കേണ്ടത്? ആരാണ് ഗാസയുടെ ഉടമസ്ഥർ? ആരുമായി ആണ് ചർച്ച ചെയ്യേണ്ടത്? എന്താണ് അമേരിക്കയ്ക്ക് ഗാസയുടെ മേലുള്ള അവകാശം? ലോകത്തെ ഏതെങ്കിലും പ്രദേശം മറ്റൊരു രാജ്യത്തിന് വില കൊടുത്ത് വാങ്ങാനാവുമോ? ഇന്ത്യ വിചാരിച്ചാൽ ഇപ്പൊ അലാസ്ക പൊതുവായി വില കൊടുത്ത് വാങ്ങാമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ രാജ്യം, ശ്രീലങ്ക, അങ്ങ് വാങ്ങിയെടുക്കാമോ? ഇതൊരു തരം അതീവ ലളിത യുക്തിയാണ്. ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മുഴുവനായി വില കൊടുത്ത് വാങ്ങാമെന്ന ഒരു കച്ചവടക്കാരന്റെ ഒരു ചെറിയ ബുദ്ധിയാണ്. പക്ഷെ ആ ചെറിയ ബുദ്ധിയുടെ പിന്നിലെ വലിയ ബുദ്ധി എന്ന് പറയുന്നത്, ഗാസ ഒരു തർക്കപ്രദേശമായി നിലനിൽക്കേണ്ടത് പലസ്തീനിയന്റെ ഭൂമിയായിട്ടല്ല, മറിച്ച് ഒരു തർക്കപ്രദേശമായി നിലനിൽക്കേണ്ടത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ ആവശ്യമാണ്. ഇസ്രയേലിന് സന്തോഷകരമായ കാര്യമാണ് ഹമാസിനെ പൂർണ്ണമായും ഗാസയിൽ നിന്നും പുറന്തള്ളുക. അങ്ങനെയെങ്കിൽ ഹമാസ് വിമുക്ത ഗാസ സാധ്യമാകണമെങ്കിൽ വൺ ടൈം എവിക്ഷൻ ഫ്രം ഗാസ ഈ 23 ലക്ഷം പേരെയും ഒറ്റയടിക്ക് ഗാസയുടെ മണ്ണിൽ നിന്നും മറ്റെവിടേക്കെങ്കിലും ആനയിച്ചു കൊണ്ടുപോയി അവിടെ അധിവസിപ്പിച്ചതിന് ശേഷം, പൂർണ്ണമായി മനുഷ്യ വിമുക്തമായി ഗാസ മാറ്റിയതിനു ശേഷം അവിടെ പൂർണ്ണ രീതിയിൽ ഉടച്ചു വാർക്കാൻ സാധിക്കും. എന്നിട്ട് സ്വീകാര്യരായ ആളുകളെ, ഹമാസുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഇസ്രായേൽ കരുതുന്ന ആളുകളെ മാത്രം തിരിച്ചു കൊണ്ടുവരാം എന്നതായിരുന്നിരിക്കണം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഇസ്രായേലിന്റെയും മനസ്സിലെ ചിന്ത. പക്ഷേ ട്രംപ് ഒരു പടി കൂടി കടന്നുപോയി. ഗാസയിൽ നിന്ന് എല്ലാവരെയും ഒഴിപ്പിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ്. ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ ഒരാളെ പോലും അവിടെ തിരിച്ച് പ്രവേശിപ്പിക്കാൻ അമേരിക്ക അനുവദിക്കില്ല. അമേരിക്ക അത് എടുക്കും, പൂർണ്ണമായി വില കൊടുത്തെടുക്കും. ആർക്ക് വില കൊടുക്കുന്നു എന്ന് അപ്പോഴും പറയുന്നില്ല. ഒരുപക്ഷെ വില കൊടുക്കുന്നത് ഹമാസിന്റെ ആളുകൾക്കായിരിക്കും. അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഗാസയിലെ പൊതുനിവാസികൾ അവരുടെ ഭൂമിയുടെ കോമ്പൻസേഷൻ കൊടുക്കും. അത് വാങ്ങി അവരെങ്ങോട്ടാണ് പോകേണ്ടത്? ട്രംപ് സ്ഥലം കാണിച്ചു കൊടുത്തു. 2 രാജ്യങ്ങൾ, ജോർദാൻ എന്ന രാജ്യം, അതുപോലെ ഈജിപ്ത് എന്ന രാജ്യം. ഈജിപ്ത് അയൽ രാജ്യമാണ്, ജോർദാൻ ഇസ്രായേലിനും കിഴക്ക് കിടക്കുന്ന രാജ്യമാണ്. ഈ 2 രാജ്യത്തും ഓൾറെഡി പലസ്തീനിയൻ അഭയാർത്ഥികൾ ലക്ഷക്കണക്കിനുണ്ട്. അതോടൊപ്പം തന്നെ വീണ്ടും ഈ 23 ലക്ഷം പേര് കൂടി അവിടേക്ക് ചെല്ലുക. വെറുതെ ഒന്നും വേണ്ട കേട്ടോ. ട്രംപ് പറയുന്നത് നല്ല തുക ഈജിപ്തിനും ജോർദാനും അമേരിക്ക വർഷാവർഷം കൊടുക്കുന്നുണ്ട്. പല രീതിയിലുള്ള എയ്ഡായി കൊടുക്കുന്നുണ്ട്. വലിയ പാക്കേജുകളുണ്ട്. ഒരു സ്പെഷ്യൽ പാക്കേജ് കൂടി മതിയല്ലോ. അമേരിക്ക ആവതുണ്ട്.
പിന്നെ കുറച്ചുപേരെ ഞങ്ങൾ ഇങ്ങെടുത്തോളാം. കുറച്ച് പലസ്തീനിയൻസിനെ ജാതകമൊക്കെ നോക്കി, സ്വഭാവമൊക്കെ നോക്കി, ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കി സർവ്വതാ യോഗ്യരെ അമേരിക്ക എടുത്തുകൊള്ളാം. എത്ര പേരെ എടുക്കും? 10,000 പേരെ എടുക്കുമായിരിക്കും. ഗാസയിൽ ജനങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള ആഗ്രഹമുണ്ട്, അവകാശമുണ്ട്. അത് അവരുടെ ഭൂമിയാണ്. സഹസ്രാബ്ദങ്ങളായി അവരുടെ പിതാക്കന്മാർ താമസിച്ചു വരുന്ന മണ്ണ് തന്നെയാണ്. അതാണ് അമേരിക്ക എടുക്കും, വില കൊടുത്ത് എടുക്കുമെന്ന് പറയുന്നത്. എടുക്കുക മാത്രമല്ല, അതൊരു സ്വപ്ന സൃഷ്ടിയായി മാറ്റിയെടുക്കുക. ഒരു വലിയൊരു അറബ് കഥകളിലെയൊക്കെ പോലെ ഒരു ഇമാജിനറി നഗരമാക്കി മാറ്റിയെടുക്കുക, റിവീറ ആക്കി മാറ്റിയെടുക്കുമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ മാറ്റിയെടുക്കാനുള്ള സാധ്യതകളുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ സുഗമമല്ല. ഗാസ നിവാസികളെ ഒഴിവാക്കിക്കൊണ്ട് ട്രംപ് പറയുന്നത് പോലെ ആവതുള്ള അറബ് രാജ്യങ്ങളുടെ നിക്ഷേപത്തിന്റെ സഹായത്തിൽ, ആവതുള്ള അറബ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞത് എന്താ? റിച്ച് അറബ് കൺട്രി, സൗദി അറേബ്യ, കുവൈറ്റ്, UAE ഒക്കെയാണ് റിച്ച് അറബ് കൺട്രീസ്. ആ രാജ്യങ്ങളുടെ ഉൾപ്പെടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും മനോഹരമായ കടലോരമാണല്ലോ, ഒരു 35-40 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടലോരമുണ്ട്. ആ കടലോരം മെലിഞ്ഞു കിടക്കുന്ന ഒരു ഭൂമിയാണ്. കേരളത്തെ പോലെ ജസ്റ്റ് മെലിഞ്ഞു കിടക്കുന്ന ഒരു ഭൂമിയാണ്. ആ ഭൂമിയിൽ മുഴുവനായി ഒരു ഒന്നാം തരം റിട്രീറ്റ് അല്ല റിസോർട്ട് പോലെ ഒരു സംവിധാനം, ഇതാണല്ലോ മനസ്സിൽ. അപ്പൊ ഇത് ഏറ്റവും ശക്തമായ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി അമേരിക്ക നടപ്പാക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് ഗാസ നിവാസികളെ തിരിച്ചു കൊണ്ടുവരാൻ യാതൊരു പ്ലാനുമില്ല. അവർക്ക് പെർമനന്റ് ആയി സൗദി അറേബ്യയിൽ ഒരിടം കൊടുക്കണം എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് പലസ്തീനിയൻ രാജ്യം സൗദി അറേബ്യക്ക് ഉള്ളിൽ സൃഷ്ടിക്കണം. സൗദി കയ്യോടെ തള്ളിക്കളഞ്ഞു. ഒരു രാജ്യവും സ്വീകരിക്കില്ല. എത്ര അമേരിക്കയുമായി എത്ര ചങ്ങാത്തമുള്ള രാജ്യമാണെങ്കിലും 23 ലക്ഷം രാജ്യങ്ങൾ, അതൊരു ജനതയാണ്, ഒരു രാജ്യം തന്നെയാണ്. അവരെ പൂർണ്ണമായും സൗദി അറേബ്യയിലേക്ക് കുടിയിരുത്തണം. നമുക്ക് തോന്നാം സൗദി അറേബ്യക്ക് ഒരുപാട് ഭൂമിയുണ്ടല്ലോ, അത് വലിയ തോതിൽ മരുഭൂമിയാണ്. പ്രത്യേകിച്ചും ഇസ്രായേലിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന, ഗസയോട് ചേർന്ന് കിടക്കുന്ന പിന്നെ മണ്ണെന്ന് പറയുന്ന, ഗസയോടല്ല, അത് ഈജിപ്റ്റാണ്. സൗദി അറേബ്യക്ക് ഒരുപാട് മണ്ണുണ്ട്. അതെല്ലാം തന്നെ മരുഭൂമി സമാനമാണ്. പിന്നെ സൗദി കഠിനാധ്വാനം കൊണ്ടും പെട്രോ ഡോളേഴ്സിന്റെ കൊഴുപ്പ് കൊണ്ടും നഗരങ്ങൾ സൃഷ്ടിക്കുകയാണ്. അവിടേക്ക് പലസ്തീനിയൻസിനെ സ്വീകരിക്കണം. അതൊരു വലിയ പറയുന്നു. മറുഭാഗത്ത് പറയുന്നു ഈജിപ്റ്റ് അവരെ താവളമാക്കി മാറ്റണം, അവരെ സംരക്ഷിക്കണം, അതിനൊക്കെ പണം അമേരിക്ക തരാം എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് വീണ്ടും സംശയം ഉണ്ടാകുന്ന ചോദ്യം, പണം മാത്രം കൊടുത്താൽ ഒരു ജനത എത്ര സുഖ സൗകര്യങ്ങളും പണവും കൊടുത്താലും സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് അന്യരാജ്യത്ത് പ്രവാസത്തിൽ ജീവിക്കാൻ തയ്യാറാകുമോ? അവർക്കായി ഒരു രാജ്യം ആര് കൊടുക്കും? അവരുടെ രാജ്യം പലസ്തീൻ ആണല്ലോ. ആ പലസ്തീന്റെ ഒരു ഭാഗമാണല്ലോ ഗാസ, മറ്റൊരു ഭാഗം വെസ്റ്റ് ബാങ്ക്. വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് കാര്യമായ സംസാരമില്ല, അവിടെയും അതൃപ്തി പുകയുന്നുണ്ട്. പക്ഷെ അത് ഇസ്രയേലിന് സ്വീകാര്യമാവും. എന്തുകൊണ്ടാണ്? വെസ്റ്റ് ബാങ്ക് മാത്രം. പിന്നെ അവശേഷിക്കുന്ന പലസ്തീൻ എന്ന് പറയുന്നത്, അടുത്തുള്ള പലസ്തീൻ വെസ്റ്റ് ബാങ്ക് മാത്രമായി മാറും. അവിടെ കാര്യമായ പ്രശ്നങ്ങളില്ല. അവിടെ ഇസ്രയേലിന്റെ സൈനിക ഡോമിനേഷൻ ഉണ്ട്. ഗാസയിലേതായിരുന്നില്ല, പൂർണ്ണമായ സ്വയംഭരണ പ്രദേശമായിരുന്നു ഗാസ. അതുകൊണ്ടാണ് ഹമാസിന് ആയുധങ്ങളൊക്കെ സ്വരൂപിക്കാനും ഇറാന്റെ സഹായത്തോടു കൂടി ഇതെല്ലാം വിന്യസിക്കാനും തുരങ്കങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കഴിഞ്ഞത്. ഒരു സ്വതന്ത്ര, ഏതാണ്ട് പൂർണ്ണമായ പരമാധികാര പ്രദേശം തന്നെയായിരുന്നു ഗാസ. അതുകൊണ്ട് ഗാസയുടെ പുനഃസൃഷ്ടിയെക്കുറിച്ച് അമേരിക്കൻ പദ്ധതികൾ ഇസ്രയേലിന് പെരുത്തങ്ങോട്ട് ഇഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. ഇസ്രയേൽ ഇപ്പോൾ ഗസയിൽ തലങ്ങും വിലങ്ങുമായി സൃഷ്ടിച്ച ഇടനാഴികളിൽ നിന്നും പിൻവാങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. കഴിഞ്ഞ ദിവസവും വന്ന ഒരു റിപ്പോർട്ട്, നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്നും, അത് വടക്ക് തെക്ക് ഗാസയെ രണ്ടായി കീറി മുറിക്കുന്ന ഇടനാഴിയാണ്. കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് മെഡിറ്ററേനിയൻ വരെ നീളുന്ന ആ ഇടനാഴിയിൽ ശക്തമായ ഇസ്രായേലി സൈനിക സാന്നിധ്യമുണ്ട്. ആ സൈനിക സാന്നിധ്യം പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ് ഘട്ടം ഘട്ടമായി. അത് പിൻവലിക്കുമ്പോൾ തെക്കോട്ട് പലായനം ചെയ്ത ഗാസ നിവാസികൾ വടക്കോട്ട്, ഗാസയുടെ വടക്കൻ പ്രദേശത്തേക്ക് നീങ്ങുന്നു. വടക്കൻ പ്രദേശത്തു നിന്ന് പൂർണ്ണമായി ആൾ തെക്കോട്ട് ഒഴിപ്പിച്ചിരുന്നു. അപ്പോൾ ഓരോ ഘട്ടമായി പോവുകയാണ്. വലിയ തെക്കും തിരക്കുമൊക്കെയാണ്. ഇസ്രയേൽ അതിനോട് ഭാഗികമായെങ്കിലും സഹകരിക്കുന്ന കാഴ്ചയാണ്. അപ്പോഴാണ് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇനും തെക്ക് വടക്ക് ഗാസക്കാർ നടന്നിട്ട് കാര്യമില്ല. അവർ ഗാസയുടെ മണ്ണിൽ തന്നെ കാലുകുത്തണ്ട, നടക്കണ്ട. ഇനി നിങ്ങളുടെ സ്ഥാനം മറ്റൊരു രാജ്യത്തായിരിക്കും, അത് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക പറയുകയാണ്. ഇത് തീർച്ചയായും അലോസരമുണ്ടാക്കുന്നതാണ്, മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്, ഓരോ ഗാസൻസിനെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. അത് മാത്രമല്ല, അമേരിക്ക ഇങ്ങനെ എടുക്കുന്ന നിലപാടുകൾ ഒരു ലോകക്രമത്തെ തന്നെ അട്ടിമറിക്കാൻ പര്യാപ്തമായ, ഇന്ന് ഗാസയുടെ കാര്യം പറയുന്നു, നാളെ മറ്റൊരു കാര്യം പറയുന്നു.
നാളെ കേരളം ഞങ്ങൾ ഇങ്ങ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അത് സാധിക്കുമോ? അല്ലെ ഏതെങ്കിലും രാജ്യത്തിന്റെ ഒരു ദ്വീപ് അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ സാധിക്കുമോ? അങ്ങനെ ഒരു ലോകമെന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും ഒരു പരസ്പര വിശ്വാസത്തിൽ ഐക്യരാഷ്ട്രങ്ങളുടെ സംവിധാനം, അതായത് സോവറിൻ ഇക്വാലിറ്റി ഓഫ് നേഷൻ സ്റ്റേറ്റ്സ്, മാലദ്വീപ് എന്ന കൊച്ചു രാജ്യത്തിനും ഇന്ത്യ എന്ന ബ്രഹ്മാണ്ഡ രാജ്യത്തിനും എല്ലാം ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ തുല്യസ്ഥാനമാണുള്ളത്. അത് മാത്രമല്ല, പലസ്തീൻ എന്ന രാജ്യം സ്ഥാപിക്കണം, അംഗീകരിക്കണം, ഇസ്രായേൽ അവരെ അംഗീകരിക്കണം. ദ്വിരാഷ്ട്ര ഫോർമുല 93-ലെയും 95-ലെയും ഓസ്ലോ കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം നടപ്പാക്കണം. അതേക്കുറിച്ച് ലോകത്തിനൊരു ഏകദേശ ധാരണയുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അതേക്കുറിച്ച് അനുകൂലമായാണ് പ്രതികരിക്കുന്നത്. അപ്പോഴാണ് അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ഇതൊന്നും ബാധകമല്ല, ഇനി രാജ്യമൊക്കെ വള്ളി പറഞ്ഞാൽ മതി, രാജ്യവുമില്ല, ഒന്നുമില്ല, നിങ്ങൾക്ക് ആ പ്രദേശം പോലും കൈവശം വെക്കാനാവില്ല, നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ധാർഷ്ട്യം എന്നതിനേക്കാൾ ഞാൻ കാണുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തി മുൻപിൻ നോക്കാതെ നടത്തുന്ന ചില ജൽപ്പനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഗാസ അമേരിക്കയ്ക്ക് ട്രംപ് വിചാരിച്ചതുപോലെ പൂർണ്ണമായി ഏറ്റെടുത്ത് വില കൊടുത്ത് വാങ്ങി സ്വന്തമാക്കി കൈവശം വെച്ച് ഡെവലപ്പ് ചെയ്ത് പർദീസിയാക്കി മാറ്റാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സാങ്കേതികമായി കഴിയും, പക്ഷേ യഥാർത്ഥത്തിൽ അതിന് ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കാൻ പോകുന്നത് തൽക്കാലത്തേക്ക് അറബി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിഷേധമായിരിക്കാം. അമേരിക്കയുമായുള്ള അറബി രാജ്യങ്ങളുടെ സൗഹൃദം അവതാളത്തിലാകും. അറബി ജനത അറബി ഭരണകൂടങ്ങൾക്കെതിരെ തിരിയും. അറബി ഭരണകൂടങ്ങൾ, സൗദി അറേബ്യയുടെയും മറ്റു രാജ്യങ്ങളുടെയും അറബി ഭരണകൂടങ്ങൾ അമേരിക്ക അനുകൂല നിലപാട് ഇത് കണ്ണടച്ചാൽ അവിടെ ജനകീയ പ്രക്ഷോഭം ഉയരും. മധ്യപൗരസ്യമാകമാനം അസ്വസ്ഥമാകും. ആ അനുകൂല അന്തരീക്ഷത്തിൽ ചൈനയ്ക്കും റഷ്യക്കും ആ പ്രദേശത്തെ കൂടുതൽ പിടിമുറുക്കാനും സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും. അത് ആത്യന്തികമായി അമേരിക്കയ്ക്ക് നഷ്ടക്കച്ചവടമായിരിക്കും. അതുകൊണ്ട് ഞാൻ അവസാനമായി പറയുന്നു, ട്രംപ് എന്ന കച്ചവടക്കാരൻ വില കയറ്റി അങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ എടുക്കുമെന്നൊരു ധാരണ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നീട് നെഗോഷിയേറ്റ് ചെയ്ത് എന്ത് തീരുമാനത്തിലെത്തി നിന്നാലും അത് സീറോയിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ട് അത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേട്ടമാകും എന്ന ലളിതയുക്തിയാവാം ഇപ്പോൾ ഗാസ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു യുക്തി കൂടിയുണ്ട്. ഹമാസിനെ നിഷ്കാസനം ചെയ്യണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന ഇസ്രയേലിന്റെ കണ്ടെത്തൽ, അമേരിക്കയുടെയും കണ്ടെത്തൽ. ഹമാസ് വിമുക്തമാകണമെങ്കിൽ ആ ജനത്തെ അവിടെ അധിവസിപ്പിച്ചാൽ, തുടരാൻ അനുവദിച്ചാൽ, ഹമാസ് പോരാളികൾ ആരാണ്, സാധാരണ ഹമാസ് അല്ലാത്ത, സാധാരണ ഹമാസുമായി ഒരു ബന്ധവുമില്ലാത്ത സാധാരണ ജനത ആരാണ് എന്ന് തിരിച്ചറിയാനാവാത്ത രീതിയിൽ ജനങ്ങളുമായി ഇടകലർന്ന് നിൽക്കുകയാണ് ഹമാസ് എന്ന തീവ്ര പ്രസ്ഥാനം. അതുകൊണ്ട് ഹമാസ് വിമുക്ത ഗാസ സാധ്യം ആകണമെങ്കിൽ വൺ ടൈം എവിക്ഷൻ ഉണ്ടാവണം. ഇത് ഒരു താല്പര്യമാണ് ഇസ്രായേലിന്റെ. അതിന് പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. പൂർണ്ണമായ ഒരു പലായനം ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കുടി ഒഴിപ്പിക്കലായി മാറും. 23 ലക്ഷം പേര്, അമേരിക്കയുടെ മണ്ണിൽ നിന്ന് പോലും 23 ലക്ഷം പേരെ ആത്യന്തികമായി കുടിയൊഴിപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു പ്രഖ്യാപനം അനുസരിച്ച് ഘട്ടം ഘട്ടമായി കുടിയൊഴിപ്പിക്കാം. പക്ഷെ 23 ലക്ഷമൊക്കെ വലിയ നമ്പറാണ്. അതൊക്കെ പെർമനന്റ് ആയി കുടിയൊഴിപ്പിച്ച് ആ രാജ്യത്തെ ഗാസയിലെ ഹമാസ് വിമുക്തവും ഗാസ ജനവിമുക്തവുമാക്കി മാറ്റാൻ കഴിയുകയേ ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം.